നമുക്ക് പ്രൈസ് വരുന്നത് 1.45 ആണ്. 1.45. പ്രൈസ് നമുക്ക് വരുന്നത് 69,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. നമുക്കിത് 95 ആണ് നമ്മുടെ എമൗണ്ട് വരുന്നത്. 95,000 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിലിന് ഇട്ടേക്കുന്നത്. നമുക്കിതിന് 2.30 ആണ് പ്രൈസ് വരുന്നത്. 2,30,000. നമുക്ക് 3,79,000 രൂപയ്ക്കാണ്. നമുക്ക് വണ്ടിക്ക് പ്രൈസ് വരുന്നത് 3,05,000 രൂപയാണ്. അതെ, ഹോണ്ട BRV നമുക്ക് 2016 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. i20 2019 മോഡലാണ്. 19 മോഡൽ ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. എത്തിയോസ് നമുക്ക് 2014 മോഡലാണ്. ഓണർഷിപ്പ് തേർഡ് ആണ്. കിലോമീറ്റർ 42,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള കാർ ഹട്ടിലാണ്. നമുക്ക് പുതിയ ഷോറൂമാണ്. മുമ്പ് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ദീപു ഉണ്ട്. വീഡിയോയിലോട്ട് സ്വാഗതം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഓക്കെ, നമ്മുടെ അത്യാവശ്യം നല്ല വണ്ടിയുടെ കളക്ഷൻ വരുന്നുണ്ടല്ലേ? അത്യാവശ്യം വണ്ടിയുടെ നല്ല കളക്ഷൻ. ബഡ്ജറ്റ് സെഗ്മെന്റ് വരുന്നുണ്ട്, മിഡിൽ സെഗ്മെന്റ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാമോ? നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് പള്ളിച്ചലിൽ നിന്ന് വരികയാണെങ്കിൽ വിഴിഞ്ഞം തിരുവനന്തപുരം പള്ളിച്ചലിൽ വരുമ്പോൾ പുല്ലാന്തിമുക്ക് എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. ഈവൻ ബൈപ്പാസിൽ നിന്നാണ് വരുന്നതെങ്കിൽ കോവളത്തു നിന്ന് 3 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. പുല്ലാന്തിമുക്ക്. നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം പോലെ ലോൺ നമുക്ക് 2012 കൊടുക്കാം. 13 മുതൽ 13 3 വർഷമേ കിട്ടത്തുള്ളൂ. 12 ആണെങ്കിൽ 1 വർഷം കിട്ടത്തുള്ളൂ. നമുക്ക് 16 മുതൽ 5 വർഷത്തേക്ക് ലോൺ നോർമൽ വരുന്ന എല്ലാ വണ്ടികളും അത്യാവശ്യം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. വണ്ടിയുടെ കൂടുതൽ കണ്ടീഷൻ വണ്ടിയാണ്, വേറെ പ്രശ്നം എല്ലാം നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾസാണ് നമ്മളെ നിലവിലുള്ളത്. നമുക്ക് ബഡ്ജറ്റ് വെഹിക്കിൾസും ഉണ്ട്, കൂടിയ വെഹിക്കിൾസും ഉണ്ട്, എല്ലാം. ഓക്കെ, അപ്പോൾ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വരുന്നത് അപ്പോൾ അജീഷ്മ, നമ്മുടെ ഫസ്റ്റ് വേണ്ടി ഓൾട്ടോ. അതെ, എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഓൾട്ടോ LX ആണ്. 2007 മോഡലാണ്. 2007 LX. അതെ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ കുറവേ ഓടിയിട്ടുള്ളൂ. വണ്ടി 36,000 കിലോമീറ്ററിലാണ് വണ്ടി നിൽക്കുന്നത്. 36,000 കിലോമീറ്റർ? അതെ, ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ മേജർ കംപ്ലൈന്റ്സോ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല. സർവീസ് ഒക്കെ കമ്പനി സർവീസ് തന്നെയാണ് വണ്ടി. ട്രിവാൻഡ്രം വണ്ടിയാണ്. ഈ ഹിസ്റ്ററി ഉള്ളതാണ്? അതെ അതെ, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, പക്ഷേ അതെത്ര ആൾക്കാർ വിശ്വസിക്കുന്നില്ല? 36 കിലോമീറ്റർ ജെനുവിനാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അല്ല, ജെനുവിൻ കിലോമീറ്റർ ആണ് നമ്മുടെ വണ്ടി. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് AC മാത്രം വരുന്ന വണ്ടിയാണ്. AC-യുടെ വർക്കിംഗ് ആണല്ലോ അല്ലേ? AC വർക്കിംഗ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അജീഷ്മ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? പ്രൈസ് നമുക്ക് വരുന്നത് 69,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. 69,000 രൂപ. പക്ഷേ കിലോമീറ്റർ 36 ജെനുവിനാണ്. ജെനുവിൻ കിലോമീറ്റർ. കാര്യങ്ങളൊന്നുമില്ല. സർവീസ് എല്ലാം കമ്പനി സർവീസ് ആണ്. ഓക്കെ, ടയർ കണ്ടീഷൻ ഒരു 50% ടയറിന്റെ ബാക്കിൽ കുറച്ചൊരു ബെറ്റർ ആണ്. അതെ. അപ്പോൾ ശരി, അടുത്തോണ്ട് നോക്കാം. അജീഷ്മ, നെക്സ്റ്റ് ഓൾട്ടോ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഓൾട്ടോ നമ്മുടേത് 2008 മോഡൽ ഓൾട്ടോ LXi ആണ്. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് ഇൻബിൽറ്റ് വരുന്ന മോഡലാണ്. ഓക്കെ, വണ്ടി നീറ്റ് ആയിട്ടുണ്ടല്ലോ, ഡെന്റോ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1.23 ഓടിയിട്ടുണ്ട് വണ്ടി. 1.23 ഓടിയിട്ടുണ്ടല്ലേ? അതെ അതെ. എയർ കണ്ടീഷൻ ഫ്രണ്ട് ബെറ്റർ ആണ്, പക്ഷേ ബാക്ക് ആവറേജ് ആണ് കേട്ടോ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല. സർവീസ് എല്ലാം കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്? അതെ. ഓക്കെ, ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ അല്ലേ? അതെ, AC പവർ സ്റ്റിയറിംഗ് ഇൻബിൽറ്റ് വരുന്ന മോഡൽ. ഓക്കെ, അപ്പോൾ അജീഷ്മ, ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കിത് 95 ആണ് നമ്മുടെ എമൗണ്ട് വരുന്നത്. 95,000 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിലിന് ഇട്ടേക്കുന്നത്. ഓക്കെ, അജീഷ്മ, നെക്സ്റ്റ് ഓൾട്ടോ കേട്ടൺ. അതെ, ഓൾട്ടോ കേട്ടൺ നമുക്ക് 2012 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് VXi വേരിയന്റ് ആണ്. VXi അല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പ് VXi. അതെ. ഓക്കെ, കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 1.24 ഓടിയിട്ടുണ്ട്. ഓക്കെ, KL01 ട്രിവാൻഡ്രം വണ്ടി തന്നെയാണ് കേട്ടോ. ഓക്കെ, വണ്ടി നീറ്റാണ്, സ്ക്രാച്ചസ് വരുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ഒരു 50% ടവറോളം വരുന്നുണ്ട്. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് കവറുണ്ട്. ഒരെണ്ണം ചെറിയ സ്ലൈറ്റ്ലി ഡാമേജ് ഉണ്ട് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ 2 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, ടാക്കോമീറ്റർ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്ക് പ്രൈസ് വരുന്നത് 1.45 ആണ്. 1.45. ഓക്കെ, ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് 2012 വണ്ടി ആയതുകൊണ്ട് 1 വർഷം മാത്രമേ ഫിനാൻസ് കിട്ടുള്ളൂ. അജീഷ്മ, അടുത്ത് ഓൾട്ടോ 8 ഉണ്ടല്ലേ? അതെ, ഓൾട്ടോ 800 വന്ന് നമുക്ക് 2016 മോഡൽ ഓൾട്ടോ 800 VXi വേരിയന്റ് ആണ്. VXi ആണല്ലേ? അതെ, 2016 VXi. അതെ. ഓക്കെ, ടയർ 4 പുത്തനുണ്ട്.
ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. കിലോമീറ്റർ വന്നിട്ട് 58,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 58,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല. സർവീസ് എല്ലാം കമ്പനി സർവീസ് ആണ്. KL01 ട്രിവാൻഡ്രം വണ്ടി തന്നെ അല്ലേ? അതെ, ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ. വണ്ടി നീറ്റ് ആണ്, ഡെന്റോ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. VXI വേരിയന്റാണ് വരുന്നത്. അതെ, ഓക്കെ. VXI ആകുമ്പോൾ സീറ്റർ കണ്ടോ, നീറ്റ് ആയിരിപ്പുണ്ട്. ഇത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. AC പോസ്റ്റിന് 2 ഡോർ പവർ ഉണ്ട് അല്ലേ? അതെ. ഓക്കെ. സെൻട്രൽ ലോക്കും വരുന്നുണ്ടല്ലോ. അതെ, സെൻട്രൽ ലോക്കൊക്കെ വരുന്ന അങ്ങോട്ടുള്ള. ഓക്കെ. അപ്പോൾ 2016 VXI സിംഗിൾ ഓണർഷിപ്പ് 58,000 കിലോമീറ്റർ. 58,000. നമ്മുടെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കിതിന് 2,30,000 പ്രൈസ് വരുന്നത്. 2,30,000 രൂപ. ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് 5 വർഷത്തേക്ക് ഫിനാൻസ് കിട്ടും. 2016 മോഡൽ ആയതുകൊണ്ട് 5 വർഷം വരെ ഫിനാൻസ് കിട്ടും. നെക്സ്റ്റ് വാഗണർ. അതെ, വാഗണർ നമുക്ക് 2017 മോഡൽ VXI ആണ്. 17 VXI. അതെ അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ വന്നിട്ട് 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 85,000 കിലോമീറ്റർ അല്ലേ? അതെ. ഓക്കെ. VXI വരുന്നുണ്ട്. വണ്ടി നീറ്റാണ് കേട്ടോ. സ്ക്രാച്ചസോ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 85% ടയറുണ്ട്. ഫ്രണ്ടിലും ഏതാണ്ട് ഒരു 80% ടയറുണ്ട് അല്ലേ? 80% ടയറുണ്ട്. വേറെ സ്ക്രാച്ചസ് ഡെൻറ്റൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. സർവീസ് എല്ലാം കമ്പനി സർവീസ് വരുന്ന വണ്ടിയാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്കും വരുന്നുണ്ട് അല്ലേ? അതെ. അജിഷ്മ, വാഗണറിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 3,79,000 രൂപയ്ക്കാണ്. 3,79,000 അല്ലേ? അതെ. ഓക്കെ. ഫിനാൻസ് എത്ര കയറും അപ്പോൾ? ഫിനാൻസ് നമുക്ക് 5 വർഷത്തേക്ക് കിട്ടും. 2017 മോഡൽ ആയതുകൊണ്ട് 5 വർഷത്തെ ഫിനാൻസ് വരുന്നുണ്ട്. ഒരു 3 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും. ഓക്കെ. അജിഷ്മ, നെക്സ്റ്റ് ഐട്ടൺ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഐട്ടൺ 2009 മോഡൽ, 9 മാനുഫാക്ചറിങ്, 2010 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 9 മോഡൽ 10 രജിസ്ട്രേഷൻ അല്ലേ? അതെ അതെ. ഓക്കെ. 1.2 ആണ് കേട്ടോ മാഗ്ന വേരിയൻറ്റ്. പക്ഷെ നല്ല കളറല്ലേ? അതെ. ഓക്കെ. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇപ്പം 2010 ആകുമ്പം 2030 വരെ പേപ്പർ ഉണ്ടല്ലേ? 2030 വരെ പേപ്പർ. ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നോ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 71,000 ഓടിയിട്ടുണ്ട്. ഓക്കെ. അതിന് 4 ഡോർ പവറുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, സീറ്റ് കവർ എല്ലാം മനുഷ്യ വൃത്തിയായിരിപ്പുണ്ട് കേട്ടോ. വേറെ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ടയർ 4 ആവറേജ് കണ്ടീഷനാണ്. ഓക്കെ. ഒരു 3 കുഴപ്പമില്ല, ഒരെണ്ണം ആവറേജ് അല്ലേ? പോയി മാറ്റേണ്ടി വരും. അതെ. ഓക്കെ. അപ്പം അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്? നമുക്കിത് പ്രൈസ് വരുന്നത് 1,38,000 ആണ്. അതായത് 1,38,000 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ. അഡ്ജസ്റ്റ്മെന്റ് നെക്സ്റ്റ് സ്വിഫ്റ്റ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ്? സ്വിഫ്റ്റ് 2014 മോഡലാണ്. 14 മോഡൽ VXI ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വന്നിട്ട് 1,39 ഓടിയിട്ടുണ്ട്. 1,39. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. VXI പെട്രോൾ. ഓക്കെ. കമ്പനി സർവീസിനാണോ? സർവീസ് എല്ലാം കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഒരു 50% ടയർ കണ്ടീഷൻ ഉണ്ട്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. മൈനൂർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. ഡെൻ്റൊന്നുമില്ല. ഓക്കെ. ഇൻ്റീരിയർ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡ് സീറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ. അഡ്ജസ്റ്റ്മെന്റ് പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് വണ്ടിക്ക് പ്രൈസ് വരുന്നത് 3,05,000 രൂപയാണ്. 3,05,000 രൂപയാണ്. ഫിനാൻസിന് ഇത് 2014 മോഡൽ ആയതുകൊണ്ട് തന്നെ 3 വർഷത്തേക്ക് ഫിനാൻസ് വരുന്നുള്ളൂ. 3 വർഷം വരെ ഫിനാൻസ് കിട്ടും. നമുക്ക് ഏകദേശം 3 രൂപ അടുപ്പിച്ച് ഫിനാൻസ് കിട്ടും. പ്രൊഫൈലൊക്കെ ഓക്കെ ആണെങ്കിൽ 3 രൂപ, ഒരു 5,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി എടുക്കാം. അതെ, 2017 മോഡൽ വാഗനാർ ആണ്. ഓട്ടോമാറ്റിക് ആണ്. അതെ, VXI വേരിയന്റ് ആണ്. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ആണ്. കിലോമീറ്റർ 42,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 42,000 കിലോമീറ്റർ. അതെ അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. സർവീസ് എല്ലാം കമ്പനി സർവീസ് തന്നെയാണ് വരുന്നത്. ടയർ കണ്ടീഷൻ ഒരു 80-90% ടയർ ഉണ്ട് കേട്ടോ. സ്ക്രാച്ചസ് ഡെന്റോ ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഉണ്ട്. നീറ്റ് ആയിരിക്കും. ഇൻബിൽറ്റ് സ്റ്റീരിയോ, 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ വാഗണാർ AMT അല്ലേ? വാഗനാർ ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡൽ. ഫിനാൻസ് അവൈലബിൾ ആണ്. 5 വർഷത്തേക്ക് ഫിനാൻസ് കിട്ടും. ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമുക്കൊരു 30 ഒക്കെ അടച്ചാൽ മതിയാവും. വണ്ടി 450 ആണ് നമുക്ക് പ്രൈസ് വരുന്നത്. അതെ. എത്തിയോസ് നമുക്ക് 2014 മോഡലാണ്. ഓണർഷിപ്പ് 3rd ആണ്. കിലോമീറ്റർ 42,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 42,000 കിലോമീറ്റർ. അതെ, ജെനുവിൻ കിലോമീറ്റർ ആണ്. 42,000 കിലോമീറ്റർ പെട്രോൾ ആണ്. അതെ. ഓക്കെ. ജി ആണ് വേരിയന്റ് കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? എല്ലാം കമ്പനി സർവീസ് തന്നെയാണ്. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ജി വേരിയന്റ് ആണ് കേട്ടോ. ഓക്കെ. ടയർ കണ്ടീഷൻ ടയർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? 4 ടയർ ആണ്ട് ഒരു 80% ടയർ ഉണ്ട്. അപ്പം ടയോട്ട എത്തിയോസ് 42,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. അതെ, ജെനുവിൻ കമ്പനി സർവീസ് ആണ്.
ഫുള്ളി കമ്പനി സർവീസ് ആണ്, ജെനുവിൻ കിലോമീറ്റർ ആണ്. അപ്പോൾ എങ്ങനെയാ പ്രൈസ് വരുന്നത്? നമുക്ക് പ്രൈസ് വരുന്നത് 3,10,000 ആണ്, അതായത് 3,10,000 രൂപ. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് 2014 മോഡൽ ആയതുകൊണ്ട് 3 വർഷം വരെ ഫിനാൻസ് കിട്ടുന്നത്. ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഡൗൺ പേയ്മെന്റ് ഒരു 10 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ പ്രൊഫൈൽ എല്ലാം ഓക്കെ ആണെങ്കിൽ മാക്സിമം നമുക്കൊരു 10,000 രൂപ അടച്ചാൽ എടുക്കാം. നെക്സ്റ്റ് വോക്സ്വാഗൺ വെൻഡോ. അതെ, വോക്സ്വാഗൺ വെൻഡോ 2016 മോഡൽ, ഹൈലൈൻ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്, 69,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് ആണല്ലോ അല്ലേ? സർവീസ് എല്ലാം കമ്പനി സർവീസ് ആണ്. അഡീഷണൽ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് സ്കർട്ടിംഗ് ചെയ്തിട്ടുണ്ട്, 360 ക്യാമറ ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വെച്ച് നീറ്റാണ്. ആൻഡ്രോയിഡ് സീറ്റ്, 360 ക്യാമറ, ഇൻബിൽറ്റ് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 4x4 പോസ്റ്ററിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഹൈലൈൻ അല്ലേ? പെട്രോൾ. ഓട്ടോമാറ്റിക് ഹൈലൈൻ പെട്രോൾ. ഓക്കെ, അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 67% ടയർ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ജിഷ്മ? നമുക്കിത് പ്രൈസ് വരുന്നത് 6,40,000 രൂപയാണ്. 6,40,000. അതെ. ഓക്കെ, ഫിനാൻസോ? ഫിനാൻസ് അവൈലബിൾ ആണ്. 2016 മോഡൽ ആയതുകൊണ്ട് 5 വർഷത്തേക്ക് ഫിനാൻസ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നിസാൻ സണ്ണി അല്ലേ? അതെ, നിസാൻ സണ്ണി 2013 മോഡൽ XV വേരിയന്റ് ആണ്, ഡീസൽ ആണ്. ഡീസൽ ആണല്ലേ? അതെ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? അപ്പം ജിഷ്മ കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായി? കിലോമീറ്റർ 71,000 കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല, എല്ലാ സർവീസും കമ്പനി സർവീസ് തന്നെയാണ്. ടയർ കണ്ടീഷനിൽ 70% ടയർ ഉണ്ട് കേട്ടോ. റീപ്ലേസ്മെന്റ് സ്ക്രാച്ചസ് ഒന്നും ഇല്ല. ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 4x4 പോസ്റ്ററിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് 3,10,000 ആണ് നമുക്ക് പ്രൈസ് വരുന്നത്. 3,10,000. നെക്സ്റ്റ് ഹോണ്ട അമേസ്. അതെ, ഹോണ്ട അമേസ് 2016 മോഡലാണ്. 16 എസ് വേരിയന്റ് ആണ്. എസ് ആണോ വേരിയന്റ്? എസ് വേരിയന്റ് ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 62,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ആണ്. പെട്രോൾ. 2016 പെട്രോൾ, എസ് വേരിയന്റ്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓക്കെ, കമ്പനി സർവീസിനാണല്ലോ അല്ലേ? കമ്പനി സർവീസ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, 4x4 പോസ്റ്ററിംഗ്, നമ്മുടെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ എങ്ങനെയാണ് ജിഷ്മ പ്രൈസ്? നമുക്കിത് 3,60,000 ആണ് നമ്മുടെ പ്രൈസിങ് വരുന്നത്. 3,60,000 രൂപ. അതെ. ഫിനാൻസോ? ഫിനാൻസ് 2016 മോഡൽ ആയതുകൊണ്ട് 5 വർഷത്തേക്ക് ഫിനാൻസ് കിട്ടും. ഏകദേശം 3 ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് കിട്ടുന്ന മോഡലാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? i20 2019 മോഡലാണ്. 19 മോഡൽ, ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 59,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, ഇത് പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ആണ്. പെട്രോൾ സ്പോർട്സ് വേരിയന്റ് അല്ലേ? അതെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതെ. ഓക്കെ, സ്പോർട്സ് വേരിയന്റ് ആണ്. അത് അലോയ്സ് വരുന്നത്. ടയർ കണ്ടീഷൻ 70% ടയർ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓക്കെ, എല്ലാം കമ്പനി സർവീസ് ആണ്. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 4x4 പോസ്റ്ററിംഗ്, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. അലോയ്സ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്കിത് വരുന്നത് 6,40,000 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇതിന് മൈലേജ് ഒരു 12-13 റേഞ്ച് വരില്ലേ? അതെ. ഓക്കെ, നമ്മുടെ ഫിനാൻസോ? ഫിനാൻസും 2019 മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിനും ഫിനാൻസ് 5 വർഷത്തേക്ക് കിട്ടുന്നുണ്ട്. 5 വർഷത്തേക്ക് കിട്ടും. ഏകദേശം 6 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും. ശരി. അജിഷ്മ നെക്സ്റ്റ് ഹോണ്ട BRV. അതെ, ഹോണ്ട BRV നമുക്ക് 2016 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? അതെ. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓക്കെ, വേരിയന്റ് ഏതാ വരുന്നത്? വേരിയന്റ് V ആണ്. ഓക്കെ, അലോയ്സ് എല്ലാം വരുന്നുണ്ട്. V ആണ് വേരിയന്റ് അല്ലേ? അതെ. ടെക്. വേറെ സ്ക്രാച്ചസ് ഉണ്ടോ? കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസിനാണല്ലോ? കമ്പനി സർവീസ് തന്നെയാണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. 7 സീറ്റർ ആണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, ABS, 4x4 പുഷ് സ്റ്റാർട്ട്, കീലെസ് സെൻസർ എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. BRV. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്ക് പ്രൈസ് വരുന്നത് 5,40,000 രൂപയാണ് BRVക്ക് പ്രൈസ് വരുന്നത്. ഓക്കെ, ഫിനാൻസോ? ഫിനാൻസും കിട്ടുന്നുണ്ട്. 2016 മോഡൽ ആയതുകൊണ്ട് 5 വർഷത്തേക്ക് ഫിനാൻസ് കിട്ടും. 5 ലക്ഷം രൂപ വരെയൊക്കെ മാക്സിമം പ്രൊഫൈലൊക്കെ ഓക്കെ ആണെങ്കിൽ ഫിനാൻസ് കിട്ടുന്നുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.